വെൽക്കം സായിറാം. ഗൗരി ജയൻ. രാവിലത്തെ പൂജകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈവനിങ് ആരതിയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. സായിറാം. അതായത് ഞാൻ നിങ്ങളോടത്ത് ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു വിശേഷത്തിന് പോകുകയുണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു കുറേ പേരൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആൺമക്കളൊന്നും ഇല്ലല്ലോ, നിങ്ങളിങ്ങനെ ബാബയെ വെച്ച് പൂജിക്കുന്നല്ലോ, അത് നിങ്ങൾക്ക് വയസ്സാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലശേഷം ആരാണ് ഇതൊക്കെ എടുത്ത് ചെയ്യുന്നത്, പിന്നെ മക്കളൊക്കെ ദൂരെയല്ലേ ഉള്ളത്, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട്, അതിന് ശേഷം ആര് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആരോടും ഒരു മറുപടിയും പറയാതെ ചിരിച്ചുകൊണ്ട് വരികയായിരുന്നു. ഞാൻ പിന്നെ രാത്രി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇവരെന്താ പറയുന്നത്, അങ്ങനെ ബാബയെ വെച്ച് പൂജിച്ചത് കൊണ്ട് ദോഷം എന്തെങ്കിലും വരുമോ എന്നൊക്കെ ആലോചിക്കുകയായിരുന്നു. എനിക്ക് അതിന് ശേഷം ഭഗവാൻ ഒരു മറുപടി കിട്ടിയ പോലെ എനിക്ക് തോന്നി. അതായത് ഭഗവാനെ വച്ച് പൂജിച്ചത് കൊണ്ട് നമ്മൾക്ക് ഒരു ദോഷമോ കഷ്ടമോ ഒന്നും വരുന്നതല്ല. ഇപ്പോൾ ബാബ വന്നിട്ട് 4 വർഷമായി. അങ്ങനെയൊന്നും പേടിയൊന്നും വേണ്ട എന്നുള്ള ഒരു ധൈര്യം മനസ്സുകൊണ്ട് കിട്ടിക്കഴിഞ്ഞു. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അത് എന്തു തന്നെ ആയാലും ഞങ്ങൾക്ക് പറ്റുന്നത്ര ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതായത് 2022 ഭഗവാൻ ചില വന്നത്. അപ്പം തുടങ്ങി ഇത് എന്നെ വരയ്ക്കും എല്ലാ വ്യാഴാഴ്ചയും പൂജകൾ, അന്നദാനം. അത് വ്യാഴാഴ്ചകളിൽ മാത്രമാണ് മധ്യാഹ്ന പൂജയും അന്നദാനവും. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ രാവിലത്തെ ആരതിയും അലങ്കാര പൂജയും ഈവനിങ് ആരതിയും മാത്രമാണ്. മധ്യാഹ്ന ആരതി ഉണ്ടാകുന്നതല്ല. വ്യാഴാഴ്ച മാത്രമാണ് മധ്യാഹ്ന ആരതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ മനസ്സിനൊരു പ്രയാസം അത്രമാത്രം തന്നെ. അല്ലാതെ ബാബയെ വച്ചത് കൊണ്ടൊന്നും ഞങ്ങൾക്കൊരു പേടിയും ഇല്ല. ഞങ്ങളിങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വയസ്സാകുമ്പോഴോ അല്ലെ ഞങ്ങളുടെ കാലശേഷത്തിന് ശേഷമോ അതൊക്കെ ഭഗവാൻ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതങ്ങനെ നടക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രയാസവും ഇല്ല. അതായത് ഞാനും ചിറ്റൂരിലുള്ള രവി സാറാണ് ഞങ്ങൾക്ക് ബാബയുടെ ചില കൊണ്ട് തന്നത്. ഇല്ലാതെ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതോ ഇല്ല ബാബയെ വെച്ച് ഇങ്ങനെ പൂജിക്കണം എന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഞങ്ങളിങ്ങനെ ബാബയെ വെച്ച് പൂജിക്കും എന്നുള്ളത് ആശിച്ചതൊക്കെ സത്യമാണ്. അതായത് ഞങ്ങൾ 2011 തൊട്ടാണ് സായിബാബയെ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. അപ്പം തുടങ്ങിയാണ് സായിബാബ ടെമ്പിളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ആലോചിക്കും, ബാബയുടെ പൂജകളും ആരതികളൊക്കെ കാണുമ്പോൾ അയ്യോ സായിബാബയൊക്കെ ഇവർക്കൊക്കെ തൊടാൻ പറ്റുന്നല്ലോ, ഇവർക്കൊക്കെ ഭഗവാനെ ആരതി ചെയ്യാനും ഡ്രസ്സ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലോ. അങ്ങനെ ഞാൻ അടുത്ത ജന്മമെങ്കിലും ഒരാണായി പറഞ്ഞിട്ട് ഭഗവാനെ ആരതി ചെയ്യാനും അലങ്കാരം ചെയ്യാനും ഇതൊക്കെ എനിക്ക് പറ്റണമെന്ന് ഞാൻ ആശിച്ചതൊക്കെ സത്യം തന്നെയാണ് സായിറാം. അങ്ങനെ ആശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജന്മത്തിൽ തന്നെ ഞാനൊരു പെണ്ണായി ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭഗവാനെ കുളിപ്പിക്കാനും അലങ്കാരം ചെയ്യാനും ആരതി ചെയ്യാനും എല്ലാം ആ മഹാഭാഗ്യം എനിക്ക് തന്നു കഴിഞ്ഞു ഭഗവാൻ. ഇനി ഇതിനെ വെച്ച് ഇനി എനിക്ക് ഒന്നുമില്ല. എനിക്ക് അത്രയും തൃപ്തിയാണ്, സന്തോഷമാണ്. അതുകൊണ്ട് എനിക്ക് ഭഗവാൻ തന്ന ഈ മഹാപുണ്യം മഹാഭാഗ്യം എനിക്ക് ഇതിന് വച്ച് ഇനി വേറെ ഒന്നുമില്ല ജീവിതത്തിൽ. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ഭയമൊന്നുമില്ല. വരുന്ന അവിടം വെച്ച് കാണുക, ഭഗവാനെ വച്ചിട്ട് എനിക്കൊരു ദോഷം വരികയാണെങ്കിൽ അതും ഞാൻ ഏൽക്കാൻ തയ്യാറാണ്. അത് ഭഗവാനെ വെച്ച് പൂജിച്ചത് കൊണ്ട് വരുന്നത് ദോഷം വരികയാണെങ്കിൽ അത് വന്നോട്ടെ, അത്ര തന്നെ. ഇല്ലാതെ ഇവർ പറയുന്ന മാതിരി പിന്നെ എനിക്കൊരു പേടിയോ ഭയമോ കാലശേഷമുള്ള കാര്യമോ ഒന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും.
അങ്ങനെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ രവി സാറോട് ചോദിക്കുകയായിരുന്നു, സാറേ പിന്നെ ഞങ്ങൾ മക്കളുടെ വീട്ടിൽ ഒരു മോള് കന്യാകുമാരിയിലും ഒരു മോള് ബാംഗ്ലൂരിലും ഒരു മോള് ചെന്നൈയിലുമാണ്. ഞങ്ങൾക്ക് അവിടെയൊക്കെ പോകേണ്ടി വരും. പോയി കഴിയുമ്പോൾ എങ്ങനെയും 3-4 ദിവസങ്ങളാകും. അങ്ങനെ ഇരിക്കുമ്പോൾ പൂജ കഴിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും ദോഷം വരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് സാറ് പറഞ്ഞത്, അങ്ങനെയൊന്നും ഇല്ല, ധൈര്യമായിട്ട് മക്കളുടെ വീട്ടിലേക്കൊക്കെ പൊക്കോളൂ, നിങ്ങൾക്ക് കേടുവരാത്ത എന്തെങ്കിലും നൈവേദ്യം വെച്ചിട്ട് പൊക്കോളൂ, പൊരിക്കടല ഇല്ലെങ്കിൽ കേടുവരാത്ത ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ലേ, ഇതങ്ങനെ വച്ചിട്ട് പോയാൽ മതി. ഞങ്ങൾക്ക് 2 ആൺമക്കളാണ് ഉള്ളത്. അവർ ആസ്ട്രേലിയയിലാണ്. ഞങ്ങൾ പോയാൽ 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ട് പോകുന്നത്. അതൊന്നും ഒരു ദോഷവും വരില്ല, നിങ്ങൾ പൊക്കോളൂ പറഞ്ഞു. അതിന് ശേഷമാണ് ഞങ്ങൾ ബാബയ്ക്ക് പ്രസാദം വെച്ചിട്ട്, കേടുവരാത്ത പ്രസാദങ്ങളൊക്കെ വെച്ചിട്ടാണ് മക്കളുടെ അടുത്ത് പോകുന്നത്. പോയി വരുമ്പോഴേക്കും അത് 3 ദിവസമാകും, ചിലപ്പോൾ 4 ദിവസമായി കാണും, ചിലപ്പോൾ 5 ദിവസമായി കാണും. അങ്ങനെയാണ് തിരിച്ച് വരാറുള്ളത്. അത് ഇപ്പോഴും ഈ ബാബയുടെ ശില വന്നിട്ട് 4 വർഷമാണ് ആയി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു ദോഷവും ഇല്ല. ബാബ സന്തോഷത്തിലാണ്, ഞങ്ങളും സന്തോഷത്തിൽ തന്നെയാണ്. വന്ന ശേഷം പിന്നെ ഭഗവാനെ കുളിപ്പിക്കാനും പിന്നെ ഡ്രസ്സ് ചെയ്യാനും പൂജ കഴിക്കാനും ഒക്കെ പിന്നെ ഫസ്റ്റ് തൊട്ടതേ അങ്ങനെ ഞങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കും. അത്ര തന്നെ, ഇല്ലാതെ ഒരു പേടിയുമില്ല. ആര് വേണമെങ്കിലും ബാബയുടെ ചില വെച്ച് പൂജിക്കാം. പിന്നെ ആരതി ചെയ്യണമെന്നില്ല. ഭഗവാന്റെ ചെറിയ ചില വെച്ച് നിങ്ങളൊരു ഭക്തി കൊളുത്തുകയോ വിളക്ക് തെളിയിക്കുകയോ മാത്രം മതി, വെച്ച് പൂജിക്കുക. അതൊരു തൃപ്തിയായ, ഒരു മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ, ഒരു പേടിയും വേണ്ട. ഭഗവാൻ അങ്ങനെയൊന്നും പൂജ പറയുന്നത് അങ്ങനെ വലിയ പൂജ ചെയ്യണമെന്നും ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന മാതിരി ചെയ്യാറ്, നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് ആ നൈവേദ്യം ചെയ്യുക, അത്ര തന്നെ. അല്ലാതെ വലുതായിട്ടൊന്നും ചെയ്യണമെന്നൊന്നും ബാബയ്ക്കില്ല. മന്ത്രവും വേണമെന്നില്ല. വെറുതെ സായിറാം സായിറാം പറഞ്ഞാൽ മാത്രം മതി. യാതൊരു ഭയവും വേണ്ട. ധൈര്യമായിട്ട് ബാബയുടെ ചിലവയ്ക്കുക, ഒരു ദോഷവും വരില്ല. പൂജിക്കുക. നമുക്ക് നമ്മുടെ കുടുംബം നന്നാകുകയുള്ളൂ. ബാബ എപ്പോഴും നശിപ്പിക്കുകയില്ല. സത്യമാണ്. നിങ്ങൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാൻ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. സായിറാം. അത്ര തന്നെ.